ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഔഷധ ചെടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇപ്പം, എന്നാലും എൻ്റെ വീട്ടിലുള്ള അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പം ഇനി വരാൻ പോകുന്നത് കർക്കിടക മാസമൊക്കെ അല്ലേ. അപ്പം നമ്മൾ കർക്കിടക മാസത്തിൽ കർക്കിടകക്കഞ്ഞി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് എന്നെപ്പോലുള്ള കുഞ്ഞു പിള്ളേരൊക്കെ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ചെടികളൊന്നും കഞ്ഞിയിൽ ഉൾപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും അല്ലായിരിക്കും. എന്നാലും ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലുള്ള എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റും കൂടി ചേട്ടാ, എനിക്ക് പരിചയപ്പെടാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ സ്വന്തം ഒരു ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നല്ല വെള്ള നിറത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ പണ്ട് നീലത് അടിയിൽ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നീലയാണ്. നീല ഉണ്ടായിരുന്നു. അപ്പം വെള്ള വേണമെന്ന് പറഞ്ഞ് വെള്ള വെച്ചപ്പോൾ നീല പോയി. ഇപ്പം അതേ നീല ഞങ്ങൾ വെച്ചുകൊണ്ട് വരികയാണ്. അപ്പം ഇതിവിടെ കാട് പോലെ കയറിയിട്ടുണ്ട്. അപ്പം അവിടെ വള്ളി കിട്ടിയേക്കണുണ്ടോ, അങ്ങോട്ടൊന്ന് കയറ്റി വിടണം. അപ്പം കയറ്റി വിടണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കയറ്റി വിടുമായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഔഷധ ചെടി. അതിൻ്റെ നീലയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ രണ്ടാമത്തെ ഔഷധ ചെടി, നമ്മുടെ ഔഷധങ്ങളിൽ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഔഷധ ചെടിയാണ് തുളസി. തുളസിയും ഇവിടെ ഉണ്ട്. തുളസി ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നമ്മൾ കല്ലൊക്കെ വെച്ച് കെട്ടിയേക്കുന്ന കാരണം ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിങ്ങനെ തുളസി നിൽപ്പുണ്ട്. പിന്നെ എനിക്കിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ തുളസി മാത്രമല്ല, ഒരു വെറൈറ്റി, പിന്നെ ഇവിടുത്തെ ആ വെറൈറ്റി തുളസി ഞാൻ കാണിച്ചു തരാം. ഇത് കുരുടിച്ച് നിൽക്കുകയാണ്, അത് ആയിക്കോളും. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ പേരെന്താമ? അതിൻ്റെ രാമതുളസി. ഞങ്ങളിവിടെ രാമതുളസി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് രാമതുളസിയാണ്. നല്ല മണം. എനിക്ക് ഈ തുളസീനെ കാട്ടി ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ അച്ചമ്മയൊക്കെ കണ്ണി തോക്കണ കാണാറുണ്ട്. രാമതുളസി അല്ല, ഈ തുളസി അച്ചമ്മക്ക് കണ്ണൊക്കെ ഇങ്ങനെ ചൊറിയൂല്. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് കണ്ണിന് തൂത്ത് കൊടുക്കും. അപ്പം അത് മാറും എന്നാണ് പറഞ്ഞത്. എനിക്കിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായി, നല്ല മണം. ഇതാട്ടോ. പിന്നെ ഞാൻ വേറൊരു ഔഷധ ചെടി കാണിച്ചു തരാം. അതെ, ഇത് കണ്ടില്ലേ, നമ്മുടെ മുക്കൂറ്റിയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, മുക്കൂറ്റി ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇത് എവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഔഷധ ചെടിയാണ്. പക്ഷെ ഞാൻ ഇത്ര നാളും ഇല്ല എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഔഷധ ചെടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതെന്തോ നമുക്കെന്തോ വയറ് നോവുന്നതിനൊക്കെ എന്തോ വെള്ളം തിളപ്പിക്കും, പാലിൽ അരച്ചൊക്കെ കുടിക്കുന്നതാണ്. അപ്പം അതിൻ്റെ പേര് എനിക്കറിയില്ല, അതൊന്ന് കമന്റ് ഇടുക. പേരറിയാം, പക്ഷെ മറന്നുപോയി. അമ്മ അങ്ങനെ പറയണേ. എനിക്ക് ഇതിന്റെ പേരും അറിയില്ല, ഒന്നും അറിയില്ല. ഇന്നാണ് ഇങ്ങനത്തെ ഒരു ചെടി ഔഷധമാണ്. ഇതിന്റെ കിഴങ്ങ് എന്തോ പാലിൽ കലക്കിയോ അമ്മ കുഞ്ഞിനെ തന്നിട്ടുണ്ട് എനിക്ക്. അല്ലാണ്ട് ഇതിനങ്ങനെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ അടിയിലാണ് കിഴങ്ങൊന്നും ഉള്ളതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ കിഴങ്ങ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതല്ല, സോറി, ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔഷധ ഗുണമുള്ള ഏറ്റവും വലിയ സാധനമാണ്. ഏറ്റവും വലിയതല്ല, ഔഷധ ഗുണത്തിലൊരു പെട്ടതാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ ഞങ്ങളുടെ ഇവിടെ വെറുതെ ഒക്കെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് ഔഷധ ഗുണം മറ്റേ ഈ പനിക്കൂർക്കയാണിത്. പനിക്കൂർക്ക എന്ന് പറയുമ്പോഴത്തേക്ക് പനിക്കൂർക്ക ഒരു പച്ചയും ഉണ്ട്, ഒരു പച്ച മാത്രമായിട്ടുള്ളതുണ്ട്. ഇതിൽ പച്ച വെള്ള ഒരു സൈഡിൽ വര വന്നതാണിത്. അപ്പം പച്ച നിറത്തിലുള്ളത് ഉണ്ട്, ഇതും ഉണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം ഉള്ളത് ഈ വെള്ള നിറമുള്ള ഇതാണ്. അപ്പം ഈ പനിക്കൂർക്ക പെട്ട ആ ഒരു കുടുംബത്തിൽ ഉള്ള ഒരു പനിക്കൂർക്ക തന്നെയാണിത്. അപ്പം ഇതിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമെന്നും പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ. ഇനി സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കറിഞ്ഞൊരറിവാണ്. അപ്പം അതാണ് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളൊരു പനിക്കൂർക്കയുടെ ഇല. എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയണേ, തുളസിയുടെനെക്കാട്ടി മണം ഇഷ്ടം പനിക്കൂർക്കയുടെ ആണ്. ഇപ്പൊ ലവ് ബേഴ്സ് ഉണ്ടായിരുന്നപ്പോ പണ്ട് ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ തുമ്പ ഇവിടെ അല്ല, തുമ്പത ഇവിടെ ഒന്നും കണ്ട ഞാൻ കണ്ടുപിടിച്ചാണ്. കണ്ടില്ലേ, ഞങ്ങളുടെ പറമ്പിൽ തുമ്പയുണ്ട്. ഈ ഓണ സീസൺ ആകുമ്പോ ഇങ്ങനെ കാട് പോലെ കയറി വരും കേട്ടോ. അപ്പൊ അതേത് കണ്ടില്ലേ, അതിന്റെ തുടക്കം ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതല്ലേ ഇനി ഇപ്പൊ അമ്മ എല്ലാം കൂടി ഞങ്ങൾ മുളകിന് പറിച്ചു വെക്കണം. കാരണം തുമ്പി ഉണ്ടാവുമെന്ന് അറിയില്ല. തുമ്പി ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ മന്ദാരമൊക്കെ വെട്ടിക്കളഞ്ഞത്, അത് മൊത്തത്തിൽ പോയി, അത് ഉണങ്ങിപ്പോയി. അതുകൊണ്ടാണ് വേണ്ടല്ലോന്ന് വെച്ചത് ഉണങ്ങിയും പോയായിരുന്നു. പിന്നെ ഇതൊരു ഔഷധ ഗുണമുള്ള ചെടിയല്ലേ അമ്മ?
ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ചെറുപൂള സോറി പേരെനിക്കറിയില്ല. ചെറുപൂള ചെറുപൂള ഏതാ? കർമ്മങ്ങൾക്കും എടുക്കും. നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കില്ലേ, അതിനും എടുക്കും കേട്ടോ. അതിനും എടുക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ അടുത്ത കല്ലുരുക്കിയോ? ഏതമ്മേ കല്ലുരുക്കി? ഏത് കല്ലുരുക്കി തോന്നണം. അതാണ് ഇതാന്ന് തോന്നുന്നത് കല്ലുരുക്കി. ഇതെന്നാ? ഇത് വെള്ളം തിളപ്പിക്കുന്നതല്ലേ? ഇത് വെള്ളം തിളപ്പിക്കുന്നതാണ്. കല്ലുരുക്കിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഈ ഔഷധം ഇതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ എന്തോ കല്ലുരുക്കിയോ അങ്ങനത്തെ സാധനം അറിയാം. കല്ലുരുക്കിയാണോന്ന് അറിയില്ല. പിന്നെ വേറെണ്ണം ഇത് നമ്മുടെ ഇത് ഔഷധ ഗുണം ഉള്ളതാണ്. പക്ഷെ അതൊരു ഔഷധത്തിൽ പെടുമോ എന്ന് എനിക്കറിയില്ല. പൂജകൾക്കും മാല കെട്ടാനൊക്കെ എടുക്കുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് ഇങ്ങനെ ഔഷധത്തിൽ പെടുമോന്നൊന്നും എനിക്കറിയില്ല. ആയിരിക്കും. അപ്പൊ ഔഷധമായിരിക്കും. ദശപുഷ്പമാണല്ലോ. പിന്നെ ഈ ചൊറിയെണ്ണ എന്തോ ഔഷധം മരുന്നുണ്ടാക്കാൻ എടുക്കും. ചൊറിയെണ്ണ ഞാൻ കാണിക്കുന്നില്ല ഇപ്പൊ. ചൊറിയെണ്ണ എന്തോ ഔഷധ ഗുണമുള്ള നല്ല ചെടിയാണെന്ന് പറയുന്നു. കർക്കിടക കഞ്ഞിയിൽ ഇടുന്ന ഒരു സംഭവമാണ് ചൊറിയെണ്ണം. അപ്പൊ ചൊറിയെണ്ണ അത് നല്ലോണം ക്ലീൻ ആക്കി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൊറിയില്ലല്ലോ. വേറെ ഒത്തിരി സാധനം ഉണ്ട്. ഇപ്പൊ കാണിക്കാൻ സമയമില്ല, കാരണം ഇരുട്ടും ആവുകയാണ്. പിന്നെ ഇതെല്ലാം കാണിച്ചു വരുമ്പോൾ നേരം പോകും കേട്ടോ. എനിക്ക് വിളക്ക് തെളിക്കണം വീടിന്റെ ഉള്ളില്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയാണ് കാണിക്കുന്നത്. എന്താ ഇത്? എന്താണ് എനിക്കറിയില്ല, മറന്നുപോയി. അറിയാം, പക്ഷെ മറന്നുപോയി. ഇതെന്തോ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ദശപുഷ്പത്തിലൊന്നാണ്. അപ്പൊ ഇതൊരു ഔഷധ ചെടിയാണ്. പൂവാങ്കുറുന്നൽ. അതാണ് ഇത്. അമ്മു പോണ്. പൂവാങ്കുറുന്നലാണ് ഗൈസ്. ഇത് താലി ഉണ്ടാക്കാം, തലയിൽ വെക്കാൻ. ഇതൊക്കെ ഔഷധ ചെടിയാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ ഇത്ര ഇത് കണ്ടോ? ഇതും ഒരിതാ എന്നാന്നറിയോ? കിഴുകാനെല്ലി എന്ന് പറയും. ഇരുട്ടത്താ പൂ കാണാൻ നല്ല രസയില്ലേ? ഇത് കണ്ടോ? ഇത് ഒരു സാധനം ഇതമ്മ പിടിപ്പിച്ചാണ് ഗൈസ്. അരൂതയാണെന്തോ എന്താ ബാധയോ അങ്ങനെ നമ്മുടെ ചീത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിധത്തിലുള്ളൂ. നമ്മളിത് പുല്ല് കളയാത്തത് അമ്മ പറയുവാണെങ്കിൽ ഇവിടെ കുറെ ചെടി ഉണ്ടാവും. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അച്ഛനല്ല ഇവിടെ തന്നെ എല്ലാവരും പറയും മരുന്നടിച്ച് കളയാൻ മേലെ. ചില പകുതി മുക്കാലും ഔഷധ ചെടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കളയാത്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണിക്കാനാണ് ചെടി കുറേ ഉണ്ട്. അപ്പൊ അത് പിന്നെ എപ്പോഴേലും കാണിച്ചു തരാം. അപ്പൊ ബൈ.